Hi all, happy morning. Have a great day. Yes. ഈ നിമിഷത്തില് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഈ ഒരു നിമിഷത്തിന് കാരണമായ എല്ലാ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യമായിട്ട് മെഡിറ്റേഷനാണ്. എല്ലാവരും മെഡിറ്റേഷന് വേണ്ടി തയ്യാറാവുക. പതിയെ കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് നട്ടിൽ നിവർത്തി ഇരിക്കുക. സ്വസ്ഥമായി നിവർന്നിരിക്കുക. ആഴത്തിൽ ശ്വസിക്കുക. ശ്വാസത്തെ പിടിച്ചു വയ്ക്കുക. ശ്വാസത്തെ വളരെ സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നത്, ശരീരം ലഘുവാകുന്നതും അനുഭവിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. ശ്വാസത്തെ സാവധാനം പുറത്തേക്ക് വിടുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഫൗണ്ടേഴ്സ് സർക്കിളിൻ്റെ ഊർജം ഓരോ ശ്വാസോച്ഛ്വാസത്തിലും താങ്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് തിരിച്ചറിയുക. മനസ്സുകൊണ്ട് ആവർത്തിക്കുക, ഞാൻ ഫൗണ്ടേഴ്സ് സർക്കിളിൻ്റെ അഭിമാനമാണ്. എൻ്റെ സ്വപ്നങ്ങൾ, ദയ, കൃതജ്ഞത എന്നിവ എൻ്റെ ബിസിനസ്സിനെയും ജീവിതത്തെയും നയിക്കുന്നു. ഞാൻ സമൃദ്ധിയിലേക്കും വിജയത്തിലേക്കും നടക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ശക്തി നിറയ്ക്കുന്നത് അനുഭവിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ കൂട്ടായ്മ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ പിന്തുണയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ ബിസിനസ് ഒരു വൃക്ഷമായി സങ്കല്പിക്കുക. ശക്തമായ വേര്, പച്ചപ്പ് നിറഞ്ഞ ഇലകൾ, ധാരാളം ഫലങ്ങൾ. ഓരോ ദിവസവും താങ്കളുടെ ബിസിനസ് വളർന്നു വരുന്നു. പുതിയ അവസരങ്ങൾ ആകർഷിക്കുന്നു. മനസ്സുകൊണ്ട് ഉരുവിടുക, എൻ്റെ ബിസിനസ് സമൃദ്ധമായി വളരുന്നു. പുതിയ ഉപഭോക്താക്കൾ എൻ്റെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സ്നേഹിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ ജ്ഞാനവും ദർശനവും നിറഞ്ഞതാണ്. എൻ്റെ ടീം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വിജയം കൈവരിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് ലോകത്ത് നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി സങ്കല്പിക്കുക. ഉപഭോക്താക്കൾ നിങ്ങളുടെ സേവനങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഊഷ്മളമായ ഒരു വെളിച്ചം പുറപ്പെടുന്നതായി സങ്കല്പിക്കുക. ഈ വെളിച്ചം നിങ്ങളുടെ കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും ഉപഭോക്താക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും വ്യാപിക്കുന്നു. മനസ്സുകൊണ്ട് ആവർത്തിക്കുക, എൻ്റെ ബന്ധങ്ങൾ സ്നേഹവും വിശ്വാസവും കൊണ്ട് ശക്തിപ്പെടുന്നു. എൻ്റെ കുടുംബം ഐക്യം സന്തോഷത്തിലും വളരുന്നു. എൻ്റെ ഉപഭോക്താക്കൾ എൻ്റെ സേവനങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നു. നിങ്ങളുടെ ഉപഭോക്താക്കൾ നിങ്ങളെ പ്രശംസിക്കുന്നതും നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് സന്തോഷിക്കുന്നതും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നതും സങ്കല്പിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സമൃദ്ധി ഒരു നദിയായി സങ്കല്പിക്കുക. ഒഴുകുന്ന, നിരന്തരം വളരുന്ന, തടസ്സങ്ങളില്ലാത്തൊരു നദി. മനസ്സുകൊണ്ട് പറയുക, സമൃദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി ഒഴുകുന്നു. ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ആകർഷിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണ്. എൻ്റെ ബിസിനസ്
സാമ്പത്തിക വിജയത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കൈവരിക്കുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വളരുന്നതും നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഫലം ചെയ്യുന്നതും നിങ്ങളുടെ ബിസിനസ് സമൃദ്ധമാകുന്നതും ചിത്രീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കൃതജ്ഞത നിറയ്ക്കുക. നിങ്ങൾക്ക് ഇതിനകം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ ബിസിനസ്, കുടുംബം, ഉപഭോക്താക്കൾ, സമൂഹം എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സുകൊണ്ട് ആവർത്തിക്കുക: ഞാൻ എൻ്റെ ജീവിതത്തിലെ സമൃദ്ധിക്കും എൻ്റെ ഫൗണ്ടേഴ്സ് സർക്കിൾ സമൂഹത്തിനും എൻ്റെ സ്വപ്നങ്ങൾക്കും നന്ദിയുള്ളവനാണ്. ദീർഘമായി ശ്വസിക്കുക. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തിൽ ഊർജവും മനസ്സിൽ ശാന്തിയും അനുഭവിക്കുക. സാവധാനം ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി തന്നെ കണ്ണുകളെ തുറക്കുക. വാഗ്ജ്യോതിസ് ഏവർക്കും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസം ആശംസിക്കുന്നു. നന്ദി. യെസ്, വൺസ് അഗൈൻ ഹാപ്പി മോർണിംഗ്. മോർണിംഗ്. ഹാപ്പിറ്റ്യൂഡ് 7x എന്നുള്ള പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. കൃത്യം 6:30 നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന്റെ മുന്നേ നമ്മളിപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മെഡിറ്റേഷൻ എന്തിനാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ കൂടെ ഭാഗമാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു അവയർനെസ് തരാം. നമ്മളുടെ ബ്രെയിൻ എപ്പോഴും ഒരു പോസിറ്റീവ് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്വാഭാവികപരമായിട്ട് നമ്മളുടെ ലൈഫിനെ ഇവൻ ഓരോ ദിവസത്തെയും ഓരോ ഹവറിനെയും ഓരോ മിനിറ്റിനെയും ഓരോ സെക്കൻഡിനെയും ഒരു പുഷ് കൊടുത്തിട്ട് വേണം പോസിറ്റീവിലോട്ട് ആക്കാൻ. അപ്പോൾ രാവിലെ തന്നെ ഒരു മെഡിറ്റേഷൻ നമ്മുടെ ബ്രെയിനിന് കേൾക്കുമ്പോൾ അന്നത്തെ ഡേ ഒരു എനർജറ്റിക് ആയിട്ട് തുടങ്ങാനും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി തുടങ്ങാനും സംതൃപ്തിയോട് കൂടി തുടങ്ങാനും കാരണമാകുന്നതാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ ബോഡി ആയിക്കോട്ടെ ബ്രെയിൻ ആയിക്കോട്ടെ എല്ലാം ഒന്ന് അലൈൻ ചെയ്യുന്നതാണ്. പിന്നെ ഈ 7x എന്നുള്ള ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും ഫൗണ്ടേഴ്സർക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ തന്നിട്ടുള്ളത് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ രാവിലെ ഒരു 6:30 മുതൽ അല്ലെങ്കിൽ ഒരു 6:15 മുതൽ 6 മണി മുതൽ നമ്മൾ ആക്റ്റീവായി തുടങ്ങുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഉദ്ദേശം വരുന്നത്. സെക്കൻഡ് വൺ, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് എങ്കിലും ഒരു 1% ഇംപ്രൂവ്മെന്റ് ഡെയിലി ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 7 പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ 7 ദിവസമായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എപ്പോഴും ഫൗണ്ടേഴ്സിന് ഭയങ്കര ബിസിയാണ്, ടെൻഷനാണ്, ഒരുപാട് ചലഞ്ചസ് ഉണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കുറച്ചും കൂടെ സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന രൂപത്തിൽ കുറച്ച് കാര്യങ്ങളാണ് ഈ 7 ദിവസം കൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യെസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറച്ച് വെള്ളം കുടിക്കുക. വീട്ടിലുള്ളവര് സ്ഥലത്തുള്ളവര് അല്പം വെള്ളം കുടിക്കുക. കറക്റ്റ് 29 മിനിറ്റ് കൊണ്ട് നമ്മുടെ സെഷൻ ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു റൂളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നമ്മൾ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളെ വാക്കിൽ വിശ്വസിച്ചിട്ട് പിന്നെ അതൊരു ട്രാപ്പായിട്ട് പോയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ആ വ്യക്തി അങ്ങനെ പറഞ്ഞിരുന്നു, ലൈക്ക് ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ പാർട്ട്ണർ ആവാം. അങ്ങനെ വാക്കിൽ ഭയങ്കര അധികം നമുക്കൊരു മോട്ടിവേഷൻ തന്നിട്ട് ഞാൻ എന്നും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഞാൻ കട്ടക്ക് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാക്കും വിശ്വസിച്ച് നമ്മൾ അവിടെ ഇരിക്കും. പക്ഷെ പിന്നീട് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയണ്ട, മനസ്സിൽ വെക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താന്ന് വെച്ചാൽ, ഹാപ്പിനെസ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷെ അൺഹാപ്പി ആകാനുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിരിക്കും. ഈ അൺഹാപ്പി ആകാനുള്ള ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവൻ നമ്മളോട് ചെയ്യുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ട്. മറ്റൊരു കാര്യം, ഇവൻ ബിസിനസ്സിലായിക്കോട്ടെ ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ
യഥാർത്ഥത്തിൽ അതിന്റെ സ്പീഡ് ഗോളിലോട്ട് എത്താനുള്ള സ്പീഡ് കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരു ഗിൽറ്റ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സങ്കടം വരുന്നുണ്ടോ, എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? അതായത് ഒരു മോട്ടോർ സൈക്കിൾ ആണെന്ന് സങ്കല്പിക്കുക. ഇതിലെ രണ്ട് ടയറും ഒരേപോലെ ഓക്കെ ആയാൽ മാത്രമല്ലേ സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. ഒന്ന് എയർ കുറവാണെങ്കിലോ അല്ലെങ്കിൽ പഞ്ചർ ആണെങ്കിലോ ഒക്കെ ബുദ്ധിമുട്ടല്ലേ? അല്ലേ? ആണല്ലേ? അതെ അതെ. ഓക്കെ, യെസ്. അപ്പൊ എങ്ങനെയാണ് ഇത് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഗോളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു വാല്യൂ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തണം. വാല്യൂ ഫ്രീക്വൻസി. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം വാല്യൂ ഫ്രീക്വൻസി ആണ്. വാല്യൂ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഫസ്റ്റ് നമ്മുടെ ഗോളിനെ കുറിച്ച് ആലോചിക്കുക. അതൊരു ഫൈനാൻഷ്യൽ ഗോൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും ഫൗണ്ടേഴ്സ് ആണല്ലോ. അപ്പൊ നമ്മുടെ ആസ് എ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഗോളിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, നമ്മുടെ ഗോളിനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷം 4 കാര്യങ്ങൾ അലൈൻ ആണോ എന്ന് ശ്രദ്ധിക്കാം. 4 കാര്യങ്ങൾ അലൈൻമെന്റിൽ ഉണ്ടോ എങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഹെൽത്തി ആണോ എന്നുള്ളത്. ഫസ്റ്റ് വൺ, ടൈം. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിസിനസ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ ആ ഗോളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. സെക്കൻഡ് വൺ, മണി. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് പ്രോപ്പറായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നന്നായി പഠിച്ചിട്ട് വേണം അതിൽ ചെയ്യാൻ. തേർഡ് വൺ, ഫോക്കസ്. ഫോക്കസ് മീൻസ് നമ്മൾ എങ്ങോട്ടാണോ അറ്റൻഷൻ കൊടുക്കുന്നത് അവിടേക്കാണ് നമ്മളുടെ എനർജി ഫ്ലോ ചെയ്യുക. അവിടെയാണ്, അതായത് ഇപ്പൊ കമ്പനിയിൽ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ബ്രെയിൻ കൊണ്ട് എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് നമ്മുടെ ഇന്റൻഷൻ, അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഗോളിലോട്ട് നമ്മൾ എത്തുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അറ്റൻഷൻ നമുക്കുണ്ടോ, അതായത് ഫോക്കസ് ഫ്യൂച്ചർ ആണോ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, സ്പേസ്. അതായത് നമ്മൾ ഈ കമ്പനിയിൽ ഇല്ലാത്ത സമയത്തും നമ്മൾ ഈ നമ്മളുടെ ഗോളിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ. ഈ 4 കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക. എൻ്റെ കാര്യങ്ങൾ ടൈം, മണി, ഫോക്കസ്, സ്പേസ്, ഈ 4 കാര്യം ഞാൻ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ക്ലിയർ? ഇനി നമുക്ക് പാർട്ട്ണർഷിപ്പിലോട്ട് വരാം. ഞാനുണ്ട്, ഇപ്പൊ ഷാജൻ സാർ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ കമ്പനിയിൽ വളരെയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കമ്പനി തുടങ്ങിയത്. ഒരുപാട് ഹോപ്പ് ഉണ്ട്, പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഫീൽ ചെയ്യുന്നത്. എന്നാ എന്താന്ന് മനസ്സിലാകുന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെക്ക് ചെയ്യാണ്, ടൈം രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ. എല്ലാ കാര്യങ്ങളും ഷാജൻ സാറിന് ബിസിനസ് ഉണ്ട്, എനിക്ക് വേറെ ബിസിനസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ രണ്ടുപേരും കൂടെയുള്ള ബിസിനസ്സിലോട്ട് വരുന്നത്? വാല്യുബിൾ ആയിട്ടുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിൽ ഓക്കെയാണ്. യെസ്. മണി. മണി എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അവിടെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു കേസ് ഉണ്ടായിട്ടുള്ളതുമാണ്. 3 പേരും കൂടിയിട്ട് ഒരുമിച്ചൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. പക്ഷെ അതിൽ ഒരാൾ സാമ്പത്തികപരമായിട്ട് പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ പിന്നെ പേയ്മെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ്, ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയും, പക്ഷെ എഗ്രിമെന്റിലും കാര്യങ്ങളിലൊക്കെ ആള് പാർട്ട്ണറാണ്. പിന്നീട് കമ്പനി പ്രോഫിറ്റിൽ എത്തിയപ്പോൾ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യം സംസാരിച്ചപ്പോൾ, എനിക്ക് ഓൾറെഡി പ്രോഫിറ്റ് തരാനുണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതേപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ നമ്മൾ കമ്പനി തുടങ്ങിയിട്ടുള്ള പൂട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റുഡിയോ അടിപൊളി ആയിരുന്നു. ഇന്റീരിയർ ആയിക്കോട്ടെ, അവിടുത്തെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എല്ലാം. പക്ഷെ അവരത് 2 മാസം കൊണ്ട് തന്നെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. അത് ഇങ്ങനെയുള്ള ഒരു വിഷയം കൊണ്ടാണ്. നമ്മൾ കൃത്യമായിട്ട് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ പാർട്ട്ണർ, അവിടെ നിൽക്കുന്ന പാർട്ട്ണർ പൂർണ്ണമായിട്ടും മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ല. മണി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം അവിടെ പെയിൻ ഉണ്ടാവുള്ളൂ, അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുള്ളൂ, അവിടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. തേർഡ് വൺ, ഫോക്കസ്. ഫോക്കസ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, എനിക്ക് എന്ത് കിട്ടും, ഞാൻ മാത്രം, അതായത് ഒരു പാർട്ട്ണർ മാത്രം വിചാരിക്കുന്നത് എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത്. അതിൽ മറ്റൊരാൾ കൂടെ ഉണ്ട്. ഈ രണ്ടാൾക്കും എന്ത് കിട്ടും എന്നുള്ളത്, കമ്പനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് ഫോക്കസിൽ, രണ്ടുപേരുടെയും ഫോക്കസിൽ ഉണ്ടെങ്കിൽ മാത്രം അത് സക്സസ്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഈ കമ്പനിയിൽ നിന്ന് ഇവിടെ നിൽക്കെ തന്നെ മറ്റൊരു കമ്പനി തുടങ്ങിയിട്ട് അങ്ങോട്ട് ഇതിന്റെ മാക്സിമം എന്താ പറയാ, എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോക്കസ് മ്യൂച്വൽ ആയിട്ട് ഫോക്കസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. യെസ്. സ്പേസ്. സ്പേസ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ അത് പറയാൻ പറ്റും.
ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും മൈൻഡിൽ നമ്മുടെ കമ്പനിയുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, പാർട്ണർഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇമോഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളുടെ അഭാവത്തിൽ നമ്മളെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്? അതായത് ഇപ്പൊ ഷാജൻ സാർ എന്റെ പാർട്ട്ണറാണ്, പക്ഷെ ഷാജൻ സാർ ഇല്ലാത്ത സമയത്ത് ഞാൻ എന്റെ സ്റ്റാഫിനോടൊക്കെ ഷാജൻ സാറിനെ പറ്റിയിട്ട് മോശമായിട്ട് പറയാണ്, അല്ലെങ്കിൽ എനിക്കുള്ള ചലഞ്ചസിനെ കുറിച്ച് പറയാണ്. അങ്ങനെ വരുമ്പോ അവിടെ എന്താ ഉണ്ടായിരിക്കുക? ഒരു ബെറ്റർ എനർജി അവിടെ ഉണ്ടാവില്ല, റിസൾട്ട് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പല പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ടൈം, മണി, ഫോക്കസ്, സ്പേസ്, ഈ 4 കാര്യങ്ങളും ഇവ നമ്മളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നമ്മളുടെ കമ്പനിയിലായിക്കോട്ടെ, ഏതൊരു കാര്യത്തിൽ നമ്മിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ പലരും ചലഞ്ചസ് എടുക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ലോസ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ എടുക്കും, പക്ഷെ എന്താ ഉണ്ടാവുക? സമയം ഉണ്ടാവില്ല, ഇല്ല പ്രസിഡന്റ്? സമയം നമുക്ക് തീരെ തികയുന്നുണ്ടാവില്ല. ഇന്നോ നാളെ മറ്റന്നാളാവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിക്കും. ഫോക്കസ് ഉണ്ടായിരിക്കും, വെയിറ്റ് കുറക്കണം, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഓടാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും തയ്യാറാവുണ്ടാവില്ല. നമ്മൾ എനർജി ഇപ്പൊ തന്നെ ഓടണം, ഇന്ന് മഴയില്ലേ, അപ്പൊ അറ്റൻഷൻ എടുക്കാൻ പോയി മഴയിലോട്ട് പോയി. ആ, എല്ലാവർക്കും ഇത് ഇത് ഈ ഒരു എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവില്ലേ? സ്പേസ് പറയാം, സ്പേസ് എന്ന് പറയാം വെയിറ്റ് ലോസ് ആണ്. ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ. ഷുഗർ കട്ടാണ്, വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ല, പക്ഷെ പുറത്തു പോയാലോ നല്ല ഫുഡ് അടിക്കും. ഓക്കെ, ഓക്കെ അല്ലേ? യെസ് യെസ് സമാധാനമായോ? യെസ് ആ, അപ്പോ വളരെ ഗോൾ ശരിയാണ്. ഉണ്ടായിട്ട് കാര്യമില്ല. ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 4 കാര്യങ്ങളും ആ, തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തേ മതിയാകും. യെസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനിത് ഗ്രൂപ്പിൽ ഇടാട്ടോ. ഈ ഒരു സെഷനിൽ നമ്മൾ ഇനി ഡിസ്കഷനിലോട്ടാണ് പോകുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം, ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഇതാണ് 4 കാര്യം. വാല്യൂ, ഫ്രീക്വൻസി. ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഒരു പാർട്ട്ണർഷിപ്പിലായിക്കോട്ടെ, സെൽഫിലായിക്കോട്ടെ, ഇവ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണ് എങ്കിൽ ഈ വാല്യൂ, ഫ്രീക്വൻസി അലൈൻ ആയാൽ മാത്രമേ നമ്മളുടെ ഗോളുകളെല്ലാം സക്സസ്ഫുൾ ആവുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. യെസ്, ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒരു 6 മിനിറ്റോട് കൂടി ഏകദേശം ഒരു 39 ആവാറായിട്ടുണ്ട്. ഇന്നത്തെ സെഷനിൽ നിന്ന് നമുക്ക് എന്താണ് ഇൻസൈറ്റ് കിട്ടിയിട്ടുള്ളത്? കുറെ നേരമായി ഷാജൻ സർ എന്തോ പറയാൻ വേണ്ടി വെമ്പി നിൽക്കാണ്. യെസ് സർ, പ്ലീസ് യെസ് പെട്ടെന്ന് അത് 1 ഈ മിനിറ്റിനുള്ളിൽ പറഞ്ഞ് ഓക്കെ, അവസാനിപ്പിക്കണം. അത് ഈ വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട് കാര്യം പറയുമ്പോഴേ അത് ഉം, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഉം, നേരത്തെ പറഞ്ഞ ഈ വാല്യൂ ഫ്രീക്വൻസി ഒക്കെ നോക്കുമ്പോൾ നമുക്കത് ഫോക്കസ് ഒക്കെ ഉണ്ട് വേണമെന്നുള്ളത്, പക്ഷെ 2 കാര്യം ശ്രദ്ധിക്കേണ്ടത് അതില്. ഒന്ന്, ഭക്ഷണം കുറയ്ക്കണം. 2, എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം. ഈ 2 ചെയ്യാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഫോക്കസ് ഉണ്ട്, വെയിറ്റ് കുറയണം. കറക്റ്റ് ആണ്. യെസ്. താങ്ക് യു. യെസ്, സുധീർ സർ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാട്ടോ, നമുക്ക് എല്ലാവർക്കും പരസ്പരം കാണുമ്പോൾ ഒരു വൈബല്ലേ? പറയൂ. ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഓക്കെ, വെയിറ്റ് കുറയെന്ന് പറഞ്ഞില്ലേ, 106 കിലോനായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് വെയിറ്റ് ഡെയിലി നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഈ വെയിറ്റ് കുറയണം, വെയിറ്റ് കുറയണം എന്ന്. നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തോ എനിക്ക് തോന്നുന്നത് എന്റെ മെറ്റാബോളിസം, എന്റെ ശരീരത്തിലുള്ള ഒരു മെറ്റാബോളിസം എന്റെ മൈൻഡും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള മാറ്റം വരുത്തന്നെ വേണം. ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇനിയൊരു 45 ദിവസത്തിന്റെ ഉള്ളില് 90 kg ആവും. ഞാൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, 98 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്റെ ബാക്കിൽ ഒരു എഫേർട്ട് ഉണ്ട്, എഫേർട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാരണമാണ്. പക്ഷെ ആ ഒരു ഫോക്കസ് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ നടക്കുന്നത്. സൂപ്പർ. ഇപ്പൊ മുന്നേ ഉള്ള, അതായത് വെയിറ്റ് കുറയുന്നില്ലല്ലോ, ഒന്നും ചെയ്യാതെ വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്നുള്ളതാണോ, ഇപ്പൊ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൽ ഏതിലാ സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്? അല്ല, ഞാന് എപ്പോഴും എന്തെങ്കിലും എക്സസൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട്. പിന്നെ മെറ്റാബോളിസം എന്ന് പറഞ്ഞ എന്റെ സാറ് പറഞ്ഞ പോലെ തന്നെ പൊറോട്ടയും ബീഫും ഒക്കെ കണ്ടു വീക്ക്നെസ് ആണ്. നമ്മൾ ഇരുന്ന് പൂശും. അപ്പൊ ഇഷ്ടമുള്ള ഫുഡ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും. അപ്പൊ അത് എന്നെ കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ മൈൻഡിന് അതിനൊരു എന്താ പറയാ, ഒരു റിലേഷൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി.
അപ്പൊ മൊത്തത്തില് മെന്റലിയും ഫിസിക്കലിയും കൂടിയിട്ട് ഒരു വർക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ കുറഞ്ഞു വരുന്നത്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ഹെൽത്തി വെയിറ്റിലോട്ട് വരട്ടെ. യെസ്, ഇനി എല്ലാവരും വെയിറ്റ് മാത്രം എടുത്തിട്ട് വരണ്ട കേട്ടോ, വേറെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റിൽ സംസാരിക്കൂ. യെസ്, അമീർ ഹയാത്ത്. മാം, ഞാനൊരു ലേറ്റ് കമർ ആണ്. ഞാൻ വഴിയിൽ വെച്ച് കയറിയാണ്, ഫുള്ളായിട്ട് ക്യാച്ച് ചെയ്തിട്ടില്ല. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാ കയറിയത്. ഇനി ഫൈൻ ഉണ്ട് കേട്ടോ നാളെ മുതല്. ഓക്കെ, ഓക്കെ. ആ സൂപ്പർ. ദിലീപ് സർ, ഗെറ്റ് ആൻഡ് ഡൈവ്. സ്പീഡിൽ നിങ്ങൾ വന്നിട്ട് സംസാരിക്കും കേട്ടോ. ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നാണത്തിൽ വരില്ലേ. യെസ്. നമസ്കാരം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ടൈമിന്റെ കേസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് ഇപ്പോൾ ഈ പാർട്ട്ണറിംഗ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്, അപ്പോൾ അവിടെയൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നമ്മുടെ ടൈം ആണെങ്കിലും മണി ആണെങ്കിലും സ്പേസ് ആണെങ്കിലും എല്ലാതും കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കുറെ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് 4 പോയിന്റുകൾ ശരിക്കും ഒരു പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആസ്പെക്ട്സ് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയാ, വാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല, അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു 4 പോയിന്റുകളായിട്ട് എനിക്ക് തോന്നിയത് എല്ലാ കാര്യങ്ങളിലും. അത് ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം 4 പോയിന്റും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാതും നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന 4 മെയിൻ പോയിന്റ്സ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. താങ്ക് യു. ഇതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഇൻസൈറ്റ്, ഞാൻ ഇനി മുതൽ ഇങ്ങനെ ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യം ഷെയർ ചെയ്യാം കേട്ടോ. നിതുൻ. ഗുഡ് മോർണിംഗ്. 5 മിനിറ്റ് ലേറ്റ് ആയി. സ്റ്റാർട്ടിംഗ് ട്രബിൾ. അല്ലേ? ഓക്കെ, നമസ്കാരം. താങ്ക് യു. അമീർ. അല്ല, അതല്ല സ്റ്റാർട്ടിംഗ് ട്രബിള് എനിക്കാണേ, ഓണാക്കാൻ എനിക്കാണ്. ആയിക്കോട്ടെ. എനിക്ക് ഇപ്പൊ ബെഡ് റെസ്റ്റ് ആയ സമയത്ത് നമ്മളൊരു 2-2.5 കിലോ കുറഞ്ഞു. അപ്പൊ അതൊരു മോട്ടീവായി. കുറയുമ്പോഴാണ് നമുക്ക് എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ വയ്യാതെ ആകുമ്പോഴാണ് നമുക്കൊരു ബോഡി നന്നാക്കണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവണത്. അപ്പോ ഇനി അതൊന്ന് ഫോളോ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കണേ. മെയിനായിട്ട് ഞാനൊരു ഫുഡിയാണ്. അപ്പൊ അതുകൊണ്ട് ചോക്ലേറ്റും അല്ലെങ്കിൽ ഫുഡിന്റെ ഒക്കെ മെയിൻ ആളാണ്. അപ്പൊ അത് കാര്യങ്ങള് മൈൻഡ് സെറ്റ് ശരിയാവണില്ല. പുറത്തിറങ്ങിയപ്പോ എന്തെങ്കിലും കഴിക്കാൻ തോന്നുക. നല്ലതാ, വളരെ മനോഹരമായിരിക്കും. താങ്ക് യു. ഇപ്പൊ പ്രസിഡന്റിന് ഒരു അല്പം ആശ്വാസമായിട്ടുണ്ടാവും, ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ളത്. കമ്പനിന്ന് പോകുമ്പോ കണ്ണ് കെട്ടിയിട്ട് പോണം വീട്ടിലേക്ക്. അമീർ റീലൈക്ക്. യെസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇതില് മറ്റുള്ളവർ പോലെ ഞാൻ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ്. ഇതില് ജോബി സാറാണെന്ന് തോന്നുന്നുണ്ട് സൈക്ലിംഗ് ഒക്കെ ചെയ്യണ ആളുണ്ട്. ഞാൻ സൈക്ലിംഗ് ചെയ്തിരുന്നാണ്, അപ്പൊ വെയിറ്റ് കുറയുന്ന കാരണം സൈക്ലിംഗ് നിർത്തിയ ആളാണ്. എന്നാലും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഫോക്കസ് കൂടുതൽ ബിസിനസ്സിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാവണത്. അപ്പൊ ടൈം ഇപ്പൊ വളരെ കുറവാണ്. അതാണ് നമ്മളൊരു ഫീലിംഗ്. താങ്ക് യു. യെസ്, നമ്മുടെ ജോബി മാഷ് ഇപ്പൊ വളരെയധികം ഹെൽത്തി ആയിട്ട് നമുക്കൊരു ടിപ്പ് പറഞ്ഞു തരുന്നതാണ്. സാറെ, 1 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കോ? ഓക്കെ. ഇല്ല, ഇതിലേ പേഴ്സണൽ ലൈഫില് ഇത് ഞാൻ സക്സസ് ആയിട്ടുള്ള ആളെ കാര്യം ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ പേഴ്സണൽ ലൈഫില് മറ്റേ ബിസിനസ് ലൈഫിലും അങ്ങനെ തന്നെയാണ്. ഇതില്ലാത്തതിന്റെ പേരില് ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആളാണ്. അപ്പൊ ഇത് അത് വളരെ കറക്റ്റാണ് ചെയ്ത്. അത് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഈ എക്സസൈസിന്റെ കേസിലാണെങ്കിൽ ഞാനത് 100% വിജയിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ ടൈം ആയാലും മണി ആയാലും സ്പേസ് ആയാലും ഫോക്കസ് ഒക്കെ ആയാലും ഈ കാര്യത്തിൽ ഇപ്പൊ സൈക്ലിംഗിന്റെ കേസിലാണെങ്കിലും ഞാൻ എന്നും ഈ പറഞ്ഞ ടൈപ്പ് 4:30 എനിക്കും 4:45 മണിയോട് വിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള സമയം കണ്ടെത്തും. പിന്നെ അത് ഫോക്കസാണ്. ഇത്ര കിലോമീറ്റർ എനിക്ക് ചവിട്ടണം എന്നുള്ളത് എന്റെ ഫോക്കസാണ്. അപ്പോ അതിനുള്ള സ്പേസും ഒക്കെ ആ കാര്യത്തില് ഇത് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. പിന്നെ ഞാൻ ബിസിനസ്സിൽ ഇത് തന്നെയാണ്. ഞാൻ പല തരത്തിലുള്ള ബിസിനസ്സുകൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആയിരിക്കും പ്രോപ്പറായിട്ട് ടൈമോ മണിയോ സ്പേസോ അല്ലെങ്കിൽ ഫോക്കസോ കൊടുക്കാത്തത് കൊണ്ട്
നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു അധ്യാപകനായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതിലെ ഫോക്കസ് കൊടുത്തിരുന്നത് ബിസിനസ്സിന് പല പാർട്ട്ണർഷിപ്പിലും ജോയിൻ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. ഇനി ക്യാമറ ഓഫ് ആക്കിയിരിക്കുന്നവരൊക്കെ ഒന്ന് ഓൺ ആക്കിയാൽ നന്നായിരിക്കും കേട്ടോ. യെസ്, അജീഷ് മാധവൻ. മോർണിംഗ്. യെസ്, ശരിക്കും ഇന്ന് നല്ലൊരു ഇൻസൈറ്റ് ആണ് പറഞ്ഞത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ആ ഫോക്കസ് എവിടെ പോയി നഷ്ടപ്പെട്ടാലും നമ്മൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ സക്സസ് റേഷ്യോ കുറയും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്യുന്നോ അതിന് മാത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിട്ടേണും കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ഏത് ബിസിനസ്സുകാരനും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ കുറെ ഈ മാർക്കറ്റിങ്ങിനൊക്കെ പോണ സമയത്ത് ഒരു ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഓണേഴ്സ് കാണാം ഇവിടെ ആരുടെ ഷോപ്പിൽ ഉണ്ടാവില്ല എന്ന് പറയും. കാരണം അവരെന്ത് ചെയ്യും, അവരുടെ കാര്യം വിട്ടിട്ട് വേറെ എന്തെങ്കിലും പരിപാടികളാവും ചെയ്യുന്നത്. അപ്പോ ഫോക്കസ് ഒരു ബിസിനസ്സിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നല്ല ഫോക്കസ് വേണം. പിന്നെ പാർട്ട്ണറിങ്, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ വാലുവേറ്റ് ചെയ്യാനും അത് അവരുടെ കൂടെ നിർത്തി കൊണ്ടുപോകാനും അവര് നമ്മളെ തോട്ടിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണെന്ന് ചിന്തിക്കാനും പറ്റുന്ന ഒരാൾക്കാരായിരിക്കണം. നല്ലൊരു കണ്ടന്റ് ആണ്. ശരിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. യെസ്, എബിൻസ് ആന്റണി. എത്ര കാലായി കണ്ടിട്ട്? പറയൂ, പെട്ടെന്ന് പറയൂ. മ്യൂട്ടാണ്. ഒരു താരത്തെ എടുക്കുക കാണാൻ കഴിഞ്ഞല്ലോ. ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചു. തീർച്ചയായും. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാന് നന്നായി കുറച്ചൊക്കെ ഉഴപ്പി പോയിണ്ടായിരുന്നു. വീണ്ടും ആ പഴയ ഇതിലേക്ക് വരണം, നേരത്തെ എഴുന്നേൽക്കുന്ന കാര്യത്തിലൊക്കെ വരണം എന്ന് ഉദ്ദേശിച്ചിട്ട്. തീർച്ചയായിട്ടും ഇനി നമ്മള് പുറകിലോട്ട് ഇല്ല കേട്ടോ. റസാഖ് ഇൻഫ്ര. ഹലോ മ്യൂട്ടാണ്. ഹലോ, ഞാന് ജിമ്മിലാണ്. അപ്പൊ ഇവിടുത്തെ പാട്ടും സൗണ്ടുകളൊക്കെ ഉണ്ടാവും. ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവുമ്പോഴാണോ നമ്മൾ അതിന്റെ പിന്നാലെ പോകുള്ളൂ. എന്നെ സംബന്ധിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് ഞാനിപ്പോ ഒരു വർഷമായിട്ട് കറക്റ്റായിട്ട് ജിമ്മിന് വരുന്നുണ്ട്. ഒരു 6 മണിയാകുമ്പോഴേക്ക് എത്തും. പിന്നെ ഒരു 85 കിലോ ഉണ്ടായിരുന്നു, അതൊരു 78 നിലനിർത്താൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ടൈമിന്റെ കേസ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു വിശ്വാസം ഇല്ലെങ്കിലും ഈ പറഞ്ഞ സംഗതികളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഒരു സ്ഥാപനം ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഞാൻ അത് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനില്ലാത്തതും മറ്റൊന്ന് എന്റെ കൂടെയുള്ള പാർട്ട്ണർക്കുള്ള ഒരു ഫണ്ടിന്റെ ഒരു ഇഷ്യൂ കാരണം അത് ക്ലോസ് ചെയ്യേണ്ടി വന്നിട്ടാണ്. നല്ല സെഷനായിരുന്നു. അതിലെ ഫസ്റ്റ് പോയിന്റ് പറയുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, ഒന്ന് കയറാൻ ലേറ്റ് ആയി. അത് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. പ്രസിഡന്റ്, അവിടെ എത്ര സമയം? ഇവിടെ 6:50. 6:50 അല്ലേ? ഓക്കെ. അനീറ്റ വർഗീസ്. ഗുഡ് മോർണിംഗ്. എനിക്ക് ടൈം എനിക്ക് കറക്റ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ആളാണ്. പക്ഷെ എനിക്ക് ടൈമൊക്കെ തരും, ഇന്ന സമയത്ത് ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അത് ഒരിക്കലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഓരോ ഇഷ്യൂ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഹെൽത്ത് അത്ര വീക്കാണ്. അതുകൊണ്ട് അതിനകത്ത് ഞാൻ ഭയങ്കര മോശമാണെന്ന് തന്നെ പറയാം. ടൈം എനിക്ക് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണില്ല. അതിപ്പോ എന്റെ കാര്യത്തിലും ഉണ്ട്, പിന്നെ ബിസിനസ്സിലും അത് അങ്ങനെ വന്നുണ്ട്. എനിക്ക് പെൻഡിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. എനിക്ക് ടൈം കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിൽ നിൽക്കാം.
അത് ഇനി കറക്റ്റ് ആക്കാൻ നോക്കണം. യെസ്, കൺഗ്രാറ്റുലേഷൻ. ഇനി ക്യാമറ ഓഫ് ചെയ്തിട്ടുള്ള മറ്റുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഫൈസൽ സർ അവൈലബിൾ ആണോ? മൈസ് വേൾഡ് ഇവിടെ ഉണ്ടോ? തസ്നി മൈസ് വേൾഡ് എന്നാണ് പേര്. തസ്നി എന്നാണ് ശരിക്കുള്ള പേര്. പറയൂ, എന്താ ചെയ്യുന്നത് തസ്നി? ഞാൻ ഇതിനു മുൻപ് 21 ഡേയ്സിന്റെ ഇതിൽ കേറിയിട്ടുണ്ടായിരുന്നു. മോർണിംഗ് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ചേർന്നതാ. പക്ഷെ 3 ദിവസം എന്തോ കേറിയുള്ളൂ, പിന്നെ കേറിയിട്ടില്ല. ഇപ്പൊ വീണ്ടും ഇത് വന്നപ്പോ കേറണം എന്ന് വിചാരിച്ചിരുന്നു, കേറാൻ പറ്റി. എന്റെന്ന് വെച്ചാൽ ടൈം നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഈ 4 സംഭവത്തില് ഒരെണ്ണം കൂടുതൽ ഇട്ടിട്ട് എന്താ പറയാ, സാമ്പാറിൽ കുറെ കഷ്ണങ്ങൾ മാത്രം ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ ഒരു സാധനം കൂടുതൽ ഇട്ടിട്ട് കാര്യമില്ല, എല്ലാം ഒരുപോലെ വരണ്ടേ. അത് വരാത്തത് കൊണ്ട് നല്ല ഫ്ലോപ്പായി നിൽക്കുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഒരു 3 മാസമായിട്ടുള്ളൂ സെറ്റായി വരുന്നുള്ളൂ. അജീഷ് സാറിനെ ഇടക്കിടക്ക് വിളിച്ച് ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ വിളിക്കലും മെസ്സേജ് അയക്കലൊന്നും ഇല്ല. ഇപ്പൊ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. മോർണിംഗ് റൂട്ടീൻ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോ കുറെ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. 2.5 വർഷം മുന്നേ ഞാൻ സുംബ ട്രെയിൻ ചെയ്യിച്ചിരുന്നു. ഇപ്പോ അത് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ മോർണിംഗ് ഹാബിറ്റ് ഒക്കെ ഒന്ന് സെറ്റായി വരുന്നു. ബിസിനസ്സിലും ഇത് അപ്ലൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെറിയ മാറ്റം ഇപ്പൊ വന്നോണ്ടിരിക്കുന്നുണ്ട്. വാവ്, സൂപ്പർ സൂപ്പർ. ഒരു ചെറിയ മാറ്റങ്ങൾ തന്നെയാണ് വലിയ മാറ്റമായിട്ട് മാറുക കേട്ടോ. ഒരു 1% ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ടൈം മാത്രം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോ എന്താ വെച്ചാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ, എനിക്കിങ്ങനെ സെയിം അത് തന്നെ എനിക്കും ആ പറ്റിയത്. സംഭവം വരും. നമുക്ക് ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും, മെന്റലി ആൻഡ് ഫിസിക്കലി ഫൈനാൻഷ്യലി എല്ലാ രീതിക്കും. യെസ്, ഫൈസൽ സർ പ്ലീസ്. നമസ്കാരം. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഞാൻ ഇന്ന് പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം ഫ്ലോപ്പാണെങ്കിൽ അതിന്റെ ബാക്കിലാണ് ശരിയാക്കുന്നത്, അതിൽ പിന്നെ ശരിയാക്കിയിട്ട് കാര്യമില്ല. അതായത് രാവിലെ എഴുന്നേൽക്കാൻ മടിയാണ്, എഴുന്നേൽക്കാൻ കിട്ടിയാതെ പറയുന്ന പല ആളുകളും നേരത്തെ കഴിക്കണം എന്ന് ചോദിച്ചാൽ കിട്ടിയാതെ നമുക്ക് ഉത്തരവുണ്ടാവുക. അതുപോലെ സെയിൽസ് പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് നമുക്ക് ഉത്തരവുണ്ടാവുക. ആരോഗ്യ ശരീരം കൃത്യമായിട്ട് ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ സപ്ലിമെന്റോ കഴിക്കുന്നില്ല, കൃത്യമായിട്ട് ഭക്ഷണം അല്ലാന്നുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതായത് ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മളിപ്പോ രാവിലെ ഷുഗർ കണക്ക് കൂടുതലുള്ള ഭക്ഷണമാണ് ഡയബറ്റിക് ആയ ആളുകളും അല്ലാത്ത ആളുകളും കഴിക്കണമെന്നിരിക്കുന്നത്. മറ്റൊരു കഞ്ഞിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ധാന്യങ്ങൾ പൊറോട്ടകൾ കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വിശപ്പ് വരാനുള്ള ഷുഗർ കണക്ക് വന്നിട്ട് ഉച്ചയ്ക്ക് വിശപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വൈകിട്ട് കൂടുതൽ കഴിക്കാനായിട്ട് തോന്നും. അപ്പൊ ബാക്കിലാണ് ഫിക്സ് ആകുന്നത്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സോറി. അതായത് എന്റെ പ്രശ്നമാണോന്ന് അറിയില്ല, സാറ് നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ കുറച്ച് എന്തോ ഒരു ക്ലാരിറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സാറ് യാത്രയിലായിരുന്നല്ലോ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ്, എനിക്ക് മനസ്സിലായ കാര്യം വെച്ച് രാവിലെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, രാത്രി ഉറങ്ങണം. നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കട്ട് ചെയ്തിട്ട് പിന്നെ അതും കൂടെ കൂട്ടിയിട്ട് അടുത്ത നേരം കഴിക്കുന്നതിൽ ഒരു അർത്ഥമല്ല. അപ്പൊ എല്ലാ കാര്യത്തിനും ഇപ്പൊ സെയിൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് അതിന്റെ പുറകിൽ വേണം. ഇപ്പൊ എന്തൊരു ഗോളും അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ബിഹൈൻഡിലാണ്. അത് നമ്മൾ ചെയ്യണം എന്നാണ് സാർ ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തെന്നുള്ള. യെസ്, എന്താണ് ഇനി നാളെ മുതൽ നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്? ഈ 6:15 നമ്മളുടെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. 6:15 ലിങ്ക് ഓപ്പൺ ചെയ്താൽ 6:20 നമ്മളുടെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. മെഡിറ്റേഷൻ 5 മിനിറ്റ് ആണ് ഉണ്ടായിരിക്കുക. 5 മിനിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 6:15 ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലും അതിൽ റിസൾട്ട് ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ നമ്മളിങ്ങനെ പറയേണ്ടി വരും, ഞാൻ 5 മിനിറ്റ് ലേറ്റ് ആയി, ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആയി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 7x 1x എന്താണ്? ഫസ്റ്റ് എക്സ് എന്താണ്? നമ്മളുടെ വാല്യൂ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് എന്ത് കാര്യവും മാനിപ്പുലേറ്റ് ചെയ്യാതെ നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. യെസ്, പ്രസിഡന്റ് സമയമായോ? 55. എന്റെ വാച്ചിൽ 55. യെസ്, ഇനി ആർക്കെങ്കിലും ഇൻസൈറ്റ് ഷെയർ ചെയ്യാനുണ്ടോ? മേഡം, രണ്ടാളും കൂടി സംസാരിക്കാനുണ്ട്.
യദു യെസ്. യദു യദു ഇവിടെ ഉണ്ടോ? പിന്നെ ആരായിരുന്നു ഒരാള്? സെറീന. സെറീന ഒരു പക്ഷെ എന്തെങ്കിലും ബിസി ആയിരിക്കും. ഓക്കെ. യദു ഓക്കെ. യെസ്, താങ്ക് യു യദു, താങ്ക് യു സോ മച്ച്. അപ്പോ നാളത്തെ കാര്യം നിങ്ങൾ ഇപ്പൊ എന്നെ ഒന്ന് സെറ്റ് ചെയ്തേ. നാളെ നമ്മള് ഈ ഹാപ്പിറ്റ്യൂഡ് 7X കൃത്യസമയത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ ഓക്കെ, താങ്ക് യു യദു. എത്ര മണിക്ക് എഴുന്നേൽക്കണം, എത്ര മണിക്ക് കിടക്കണം, ഇപ്പൊ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാം. എക്സ്ക്യൂസ് ഓർ റിസൾട്ട് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ എക്സ്ക്യൂസ് പറയുമ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. ഓക്കെ, സെറ്റ് അല്ലേ? കുറച്ച് നേരത്തെ ഒക്കെ എഴുന്നേറ്റ് കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് വന്നിരിക്കുമ്പോൾ വലിയൊരു ആത്മവിശ്വാസം, സംതൃപ്തി ഒക്കെ ഉണ്ടാവും എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അതെ, കറക്റ്റ്, എക്സാക്ട്ലി. യെസ്, ഓക്കെ അല്ലേ? അപ്പൊ യെസ്, നമ്മുടെ സെക്ഷൻ വൈഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരിക, ഒരു ചെറിയ കാര്യം നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഫണ്ണായിട്ടൊക്കെ പറയും കേട്ടോ, അത് ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഐ എം റിയലി സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ താങ്ക് യു, ഐ ലവ് യു സോ മച്ച്. എല്ലാവരുടെ ലൈഫിലും ഒരുപാട് സമ്പത്തും സ്നേഹവും സമ്പത്തും ആരോഗ്യവും നല്ല നല്ല ബന്ധങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഐ വിഷ് മോർ പവർ ടു യു. നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. ലവ് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.